നമ്മുടെ നെവീനും അതേപോലെ ഷാനവാസും തമ്മിൽ ഒരു അടിപൊളി ഫൈറ്റ് രാവിലെ നടന്നായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലാണ്. കാരണം ഇവർ ക്യാപ്റ്റൻസിയിലോട്ട് വന്നതിന് ശേഷം ഭയങ്കര ധാർഷ്ട്യമാണ്. മറ്റുള്ളവരോട് റെസ്പെക്റ്റ് കൊടുക്കാതെ ഞങ്ങൾ എന്ത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ സഹിക്കുന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഷാനവാസ് വന്ന അക്ബറും ആര്യനും അവിടെ ഇരിക്കുകയാണ്. നെവീൻ മാത്രമാണ് കുക്ക് ചെയ്യുന്നത്. ഇവർ 3 പേരും കുക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷേ അക്ബറും ആര്യനും എപ്പോൾ നോക്കിയാലും സോഫയിൽ വേര് വന്ന പോലെ അവിടെ ഒന്നി ആര്യം കിടന്നുറങ്ങാം, അല്ലെങ്കിൽ അക്ബർ അവിടെ കൗച്ചിലിരിക്കുക. ഇതാണ് സംഭവം. ഇപ്പോൾ ഷാനവാസ് വന്ന് ചോദിക്കുന്ന കറി മാത്രമേ വെക്കുന്നുള്ളൂ, കുറച്ച് പേരല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ, എന്തിനും തോരൻ കൂടെ വെക്കുന്നില്ല എന്ന് ചോദിച്ചപ്പം നെവിൻ അവിടെ നിന്ന് പറയുകയാണ്, ഇല്ല തോരൻ വെക്കുന്നില്ല, ഞങ്ങൾക്ക് സമയത്തിന് തരണം ഫുഡ്. കാരണം കഴിഞ്ഞ ദിവസം അവർ 2 നേരം മാത്രമേ ഫുഡ് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയത്തില്ല, കറിയൊന്നും മടിയാണ്. കാരണം അനുമോളെ എന്തൊക്കെയായിരുന്നു പറയുന്നത്, അനുമോൾ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്ന അവളെ ഇറക്കി വിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഈഗോ തീർക്കാൻ വേണ്ടി മാത്രമാണ് നെവിൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷേ നെവിൻ അത്രയ്ക്കൊന്നും ഉണ്ടാക്കാൻ വയ്യ. കൂടെ നിൽക്കുന്ന അക്ബറിനും ആര്യനും തീരെ വയ്യ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, ടിക്കറ്റ് ടു ഫിനാലെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ട് വഴക്കൊക്കെ ആയ സമയത്ത് ആര്യൻ ഉടനെ പോയി ക്യാബേജ് അരിയാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അതുവരെ അവിടെ ഇരിക്കുകയാണ്. അക്ബറാണ് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക, ഒരു പണിയും ചെയ്യാതെ വെറുതെ അവിടെ കിടക്കുകയാണ്. അപ്പം നമ്മുടെ അനീഷേട്ടൻ ഇടപെട്ടിട്ട് പറയുന്നത്, നിങ്ങൾ 3 പേരുണ്ടല്ലോ, ഇപ്പം നെവിൻ ആര്യനെയും അക്ബറിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ, അടുപ്പും വേറെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നെവിൻ ആണെങ്കിൽ അനീഷിനോട് പറയണം, നീ അങ്ങോട്ട് മാറി നിൽക്കും, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാനും ഷാനവാസും പറഞ്ഞു തീർക്കാം. ഇത് അവൻ്റെയും ഷാനവാസിൻ്റെ മാത്രം കാര്യമല്ല, ഇതൊരു കോമൺ പ്രശ്നമാണ്. അക്ബർ മിണ്ടാതെ അവിടെ ഇരിക്കുക. കാരണം അക്ബറിന് പോകാൻ വയ്യ, മൂട്ടിൽ വേര് ഉറച്ച പോലെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നെവിൻ പറഞ്ഞു, എനിക്ക് ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഡിസൈഡ് ചെയ്യും നിങ്ങൾക്ക് എപ്പോൾ ഫുഡ് തരണം, എന്ത് തരണം എന്നൊക്കെ. അത് ഇത്രയൊക്കെ കേട്ടപ്പോൾ പിന്നെ അക്ബറിന് വേറെ നിവൃത്തിയില്ലാതെ അക്ബർ എഴുന്നേറ്റ് പോയിട്ട് 3 പേരും കൂടെ ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ആദ്യം. ഇപ്പോൾ നമ്മുടെ ആര്യം ചോദിക്കുകയാണ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആദ്യമായിട്ടാണ് ഒരു കറി മാത്രം ഇവിടെ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിന് മുൻപേയും കിട്ടിയിട്ടുണ്ട്, പക്ഷേ അന്ന് അവർക്ക് റേഷൻ ഇല്ലായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ആ ടൈമിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ന് 3 പേരുണ്ട്, 3 ക്യാപ്റ്റന്മാരുടെ കിച്ചണിലുണ്ട്, എന്നിട്ട് ഇത്രയും ടൈമുണ്ട്. രാവിലെ ഇതുവരെ ആയിട്ടും ക്യാപ്റ്റൻസ് മീൻസ് ഫിനാലയുടെ ഗെയിം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് വെച്ചാൽ എന്താ പ്രശ്നം? സാബുമാനും അവിടെ ഇരിപ്പുണ്ട്. സാബുമാനും ചോദിക്കുന്നത്, നിങ്ങൾ പിന്നെ എന്തോ തന്നെ കിച്ചൺ ടീം ആയത്, ഞാൻ വേറെ ആരെങ്കിലും ഇട്ടുകൂടായിരുന്നു എന്നുള്ള രീതിയിൽ സാബുമാനും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബർ പറയുകയാണ്, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഷാനവാസ് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുവാണെന്ന്. ഒരിക്കലും അല്ല, ഷാനവാസ് പ്രശ്നം ഉണ്ടാക്കിയത് ഇവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തല്ല. അക്ബറും ആരും ആ കൗച്ച് കിടന്നിട്ട് നെവിൻ അവിടെ നിന്നിട്ട് ഒരു കറിയോ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ധൃതിപ്പെട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ സമയത്താണ് ഷാനവാസ് വഴക്ക് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഫുൾ ടൈം കിച്ചണിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. ആര് പറയുന്നു, ഉള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇറങ്ങിപ്പോവും, അല്ലാണ്ട് 24 മണിക്കൂർ ഇവിടെ കിടക്കാനും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ അനുമോൾ കയറി വന്ന് പറയുന്നുണ്ട്, ഇവിടെ തിന്നാൻ വേണ്ടി മാത്രമാണ് ഒരാളെ നിർത്തിയിരിക്കുന്നത്, നമ്മുടെ അക്ബറിനെയാണ്. അക്ബർ അവിടെ എന്തുണ്ടാക്കിയാലും ഫുൾ ടൈം തീറ്റിയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും പ്രധാനം അക്ബറിന് തിന്നാനാണ്. ഇവർ കഴിഞ്ഞ ദിവസം നൈറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ വയറെന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്നുണ്ട്. മറ്റുള്ളവർ കഴിക്കുമ്പോഴത്തേക്ക് അത് അവർക്ക് പ്രശ്നം. അതേപോലെ നൂറ പാലെടുത്ത് കുടിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട്. നൂറ പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഡിന്നർ തന്നില്ല, അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ പാലെടുത്ത് കുടിച്ചു, എനിക്ക് കുടിക്കാൻ പാടില്ലേ, ഞാൻ എന്തായാലും കള്ളത്തരമൊന്നും കാണിച്ചില്ലല്ലോ, എൻ്റെ പാലല്ലേ ഞാൻ എടുത്ത് കുടിച്ചുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഷാനവാസിനെ ഡാ എന്നെന്തോ വിളിച്ചപ്പോഴത്തേക്ക് ഷാനവാസ് തിരിച്ച് എടീന്ന് വിളിക്കുന്നുണ്ട്. എടീന്നോ പോടീന്നോ എന്തോ നെവിനെ വിളിക്കുന്നുണ്ട്. നെവിൻ അത് കുറച്ച് കൊണ്ടു. നെവിനെ വിളിച്ചത് മോശമായി പോയെങ്കിലും നെവിൻ അതിൻ്റെ അപ്പുറത്തെ വിളി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവരൊക്കെ കൂടെ തിരഞ്ഞെടുത്തതാണ് ഈ ക്യാപ്റ്റന്മാരെ. അതിൻ്റെ അഹങ്കാരം ഇവർക്ക് നല്ല ശരിക്കുണ്ട്. പക്ഷേ ഇവർ കാണിച്ച മണ്ടത്തരം അത് ആദിലെ നൂറേനെയൊക്കെ പറഞ്ഞാൽ മതി. കാരണം അവർ തന്നെയാണ് ഇവരെയൊക്കെ സെലക്ട് ചെയ്തത്. ഒരിടയ്ക്ക് അങ്ങോട്ടൊരു ചായവ് വന്ന സമയത്ത് ഇപ്പം കിട്ടിയല്ലോ. എന്തായാലും കിച്ചൺ ക്യാപ്റ്റന്മാർ തന്നെ ഈ വട്ടത്തെ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഉറപ്പായി. ഇപ്പോൾ ഷാനവാസ് ഇങ്ങനെ വിളിച്ചതിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ നെവിൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നെവിൻ്റെ അഹങ്കാരത്തിനുള്ള വായടപ്പിക്കാൻ വേറൊരു നിവർത്തിയില്ല, അത്രയ്ക്കുണ്ട് നെവിൻ്റെ അഹങ്കാരം.